ഹൃദയം അത് വികാരങ്ങളുടെ ഒരു കലവറയാണ്. ചിലപ്പോൾ സന്തോഷത്താൽ ഹൃദയം ആവേശഭരിതമാകുന്നു, ചിലപ്പോൾ സങ്കടങ്ങളുടെ ഒളിത്താവളങ്ങളായി ഹൃദയം പരിണമിക്കുന്നു. നീറുന്ന മുറിവുകളുടെ രഹസ്യ മുറികളും കടുത്ത നിരാശയുടെ അറകളുമായി ചിലപ്പോഴൊക്കെ താങ്ങാൻ പറ്റാത്ത ഭാരമായി മാറുന്ന മനുഷ്യ ഹൃദയങ്ങളിൽ തന്നെയാണ് സ്വാർത്ഥതയുടെയും പ്രതികാരത്തിന്റെയും വിത്തുകൾ മുളയ്ക്കുന്നതും. ഇങ്ങനെ പലവിധ ചേതോവികാരങ്ങളുടെ സ്രോതസ്സായ മനുഷ്യ ഹൃദയവുമായി ജന്മമെടുത്ത മഹാവ്യക്തിത്വങ്ങളുടെയും ഇതിഹാസ താരങ്ങളുടെയും ഇടയിൽ ഒരേയൊരുവന്റെ ഹൃദയം ലോക ചരിത്രത്തെ മാറ്റിമറിച്ചു. ആ ഹൃദയം ലോകം മുഴുവനെയും പ്രതിയുള്ള സ്നേഹത്താൽ ജ്വലിച്ചു. സ്നേഹത്തിന്റെ പ്രകടനമായി മനുഷ്യവർഗത്തെ മുഴുവൻ നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കുവാനായി സ്വന്തം ഹൃദയം അക്ഷരാർത്ഥത്തിൽ തുറന്നു കാട്ടിയ മനുഷ്യാവതാരം ചെയ്ത സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജാവായിരുന്നു ആ ഹൃദയത്തിനുടമ. മരണത്തിനുമേൽ വിജയം നേടുകയും ലോകം മുഴുവന്റെയും നിത്യരക്ഷയ്ക്കായി ദാഹിക്കുകയും ലോകമെങ്ങുമുള്ള അൾത്താരകളിലെ തിരുവോസ്തികളിൽ ജീവനുള്ള തുടിപ്പുകളുമായി സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുഹൃദയത്തെ പറ്റിയുള്ള സത്യങ്ങളിലൂടെയുള്ള ഹിസ് പാഷനേറ്റ് ഹാർട്ട് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യപുത്രരെ ദൈവപുത്രരാക്കാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യപുത്രനായി അവതരിച്ചു. യഥാർത്ഥ ദൈവമായിരിക്കെ തന്നെ യഥാർത്ഥ മനുഷ്യനുമായിരുന്ന അവന്റെ ഹൃദയം പാപമൊഴികെ എല്ലാറ്റിലും എല്ലാ മനുഷ്യരെയും പോലെ വികാരങ്ങൾക്ക് വിധേയമായിരുന്നു. എന്നാൽ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തുടുപ്പുകൾ സ്വശരീരങ്ങളിൽ ജീവൻ നിലനിർത്താനാണെങ്കിൽ ആ തിരുഹൃദയം അനാദികാലം മുതൽ ഇന്നോളം തുടിക്കുന്നത് മനുഷ്യ മക്കൾക്ക് മുഴുവൻ നിത്യജീവൻ നൽകാനാണ്. നിത്യപിതാവിനെയും സർവ മനുഷ്യരെയും നിരന്തരം സ്നേഹിക്കുന്ന ആ ഹൃദയം ഭൂമിയിലെ ജീവകാലം അത്രയും നിറവേറ്റിയത് സകല മനുഷ്യർക്കുമായുള്ള രക്ഷാകര പദ്ധതിയായിരുന്നു. രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം ഭൂമിയിൽ മനുഷ്യർക്കൊപ്പം അവരിൽ ഒരുവനായി ജീവിച്ച ദൈവപുത്രന്റെ ഹൃദയം മനുഷ്യ സംഭവങ്ങളെ എപ്രകാരം വീക്ഷിച്ചു എന്നതും അവയോട് എങ്ങനെ പ്രതികരിച്ചു എന്നതും മനുഷ്യബന്ധങ്ങളിൽ ആ ഹൃദയം പുലർത്തിയിരുന്ന ഊഷ്മളതയും അനന്യതയുമെല്ലാം ലോകത്തിന്റെ എല്ലാ അളവുകോലുകളെയും അതിലംഘിക്കുന്ന സമാനതകളില്ലാത്ത സ്നേഹത്തിന്റെ ചരിത്ര യാഥാർത്ഥ്യങ്ങളായിരുന്നു. ലോകാലോകങ്ങളെ വിരൽത്തുമ്പിൽ നിയന്ത്രിക്കുന്നവൻ സർവ്വലോക നിയമങ്ങൾക്കും അധീനനായി ബലഹീനമായ മനുഷ്യപ്രകൃതിയോടെ പരിശുദ്ധ കന്യകാമറിയത്തിൽ മാംസം ധരിച്ച നിമിഷം മുതൽ മനുഷ്യരോടുള്ള സ്നേഹവും കരുണയും ആ ഹൃദയത്തിൽ നിന്ന് പ്രവഹിച്ചുകൊണ്ടിരുന്നു. തൻ്റെ ഭൗമിക മാതാപിതാക്കളോട് വിധേയത്വം പുലർത്തിയും ആചാരങ്ങളും പാരമ്പര്യങ്ങളും നിയമങ്ങളും അനുസരിച്ചും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ രഹസ്യജീവിതം നയിച്ച യേശു മനുഷ്യപ്രകൃതിയുടെ സഹജമായ തിന്മയുടെ പ്രലോഭനങ്ങളെ ചെറുത്ത് പരസ്യജീവിതത്തിലേക്ക് പ്രവേശിച്ചത് ദൈവഹിതത്തോടുള്ള പൂർണ്ണമായ തിരുഹൃദയത്തിൻ്റെ സമർപ്പണം മൂലമായിരുന്നു. സ്വാർത്ഥതയുടെയും പ്രതികാരത്തിൻ്റെയും അധികാര മേൽക്കോയ്മയുടെയും ആർഭാടങ്ങളുടെയും ലോകങ്ങളിൽ പ്രജകളിൽ നിന്നും ഏറെ അകലത്തിൽ ജീവിച്ച ഭൗമിക രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനായി സാധാരണക്കാരിൽ സാധാരണക്കാർക്കൊപ്പം നമ്മുടെ കർത്താവ് അവരുടെ ഹൃദയവികാര വിചാരങ്ങൾ പങ്കിട്ടു. പാപികളും മനുഷ്യദൃഷ്ടിയിൽ അയോഗ്യരുമായിരുന്ന തൻ്റെ ശിഷ്യഗണത്തോടൊപ്പം ഉണ്ടും ഉറങ്ങിയും
അവർക്ക് ജീവന്റെ വചസ്സുകൾ പകർന്നും അവരുമായി യേശു ഹൃദയബന്ധം സ്ഥാപിച്ചു. വിശക്കുന്നവർക്ക് അത്താണിയായും കരയുന്നവർക്ക് സാന്ത്വനമായും രോഗികൾക്ക് സൗഖ്യമായും വിലപിക്കുന്നവർക്ക് ആശ്വാസമായും മരിച്ചവർക്ക് ജീവനായും പാപികളോട് കരുണ കാട്ടിയും അഹങ്കാരികളെ ശാസിച്ചും ദുഷ്കർമ്മികളെ ശകാരിച്ചും സന്തോഷിക്കുന്നവർക്കൊപ്പം സന്തോഷിച്ചും സങ്കടപ്പെടുന്നവരുടെ ദുഃഖങ്ങൾ പങ്കിട്ടും ലോകം അന്നോളം കാണാത്തതും പിന്നീടൊരിക്കലും മറ്റാരിലും കാണാത്തതുമായ തന്റെ ശ്രേഷ്ഠ ഹൃദയത്തിന്റെ വിവിധ ഭാവങ്ങൾ അവിടുന്ന് ലോകത്തിന് വെളിപ്പെടുത്തി. ഒടുവിൽ സ്നേഹിതരാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടും പരിത്യജിക്കപ്പെട്ടും മരണത്തെ മുഖാമുഖം ദർശിച്ചപ്പോഴും ആ ഹൃദയത്തിൽ നിന്ന് മനുഷ്യരോടുള്ള സ്നേഹം ഒന്നു മാത്രമായിരുന്നു ബഹിർഗമിച്ചത്. അതിന്റെ അടയാളമായിട്ടായിരുന്നു ലോകത്തിൽ നിന്നുള്ള വേർപാടിനു മുമ്പായി സ്നേഹം മാത്രമായ തന്റെ ഹൃദയം പകുത്തു നൽകിക്കൊണ്ട് എന്നും മനുഷ്യർക്കൊപ്പമായിരിക്കുവാനായി അന്ത്യ അത്താഴവേളയിൽ അവിടുന്ന് വിശുദ്ധ കുർബാനയ്ക്ക് അടിസ്ഥാനമിട്ടത്. ഒടുവിൽ മനുഷ്യപാപങ്ങൾക്ക് ശാശ്വത പരിഹാരമായി കുരിശിലെ ബലിവേദിയിൽ യാഗമായി മാറിയ യേശു മരിക്കുന്നതിന് മുമ്പായി മനുഷ്യ മക്കളോടുള്ള അതീവ സ്നേഹത്താൽ തന്റെ അമ്മയെ അവർക്കും അമ്മയായി നൽകി. മരണശേഷം കുത്തിത്തുറക്കപ്പെട്ട അവിടുത്തെ തിരുഹൃദയം ലോകത്തിന് വെളിപ്പെടുത്തിയത് സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. ലോകത്തിലെ എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളെയും സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ പരിശുദ്ധനും ശ്രേഷ്ഠനും നീതിമാനും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധിപനുമായ യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ വിജയമായിരുന്നു കാൽവരിയിലെ ആ ബലിയിൽ സാക്ഷാത്കരിക്കപ്പെട്ടത്. യേശുവിന്റെ അനന്തമായ സ്നേഹത്തിന്റെയും കരുണയുടെയും ഒപ്പം നീതിയുടെയും ഉറവിടമാണ് അവിടുത്തെ തിരുഹൃദയം. നീതിക്കുമേൽ കരുണ വിജയം വരിച്ച നിമിഷമായിരുന്നു അവിടുത്തെ ബലിയർപ്പണ സമയം. കരുണയുടെ കവാടമായി മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്ന അവിടുത്തെ ഹൃദയത്തെ അവഗണിച്ചാൽ ഘോരമായ ദുർവിധിയായിരിക്കും നമ്മെ കാത്തിരിക്കുന്നത്. വിവിധ കാലങ്ങളിൽ വിവിധ വിശുദ്ധാത്മാക്കളിലൂടെ കർത്താവ് തന്റെ തിരുഹൃദയത്തെ പറ്റിയുള്ള വെളിപാടുകൾ നൽകിയിട്ടുണ്ട്. ആ മിസ്റ്റിക് അനുഭവങ്ങൾ മറ്റേത് കാലത്തേക്കാളും ആനുകാലിക യുഗത്തിൽ കൂടുതൽ പ്രസക്തവുമാണ്. യേശുവിന്റെ തിരുഹൃദയത്തോട് പ്രത്യേകമായ അഭിനിവേശവും വിട്ടുപിരിയാനാവാത്ത ബന്ധവും പുലർത്തിയിരുന്ന ജർമ്മൻ മിസ്റ്റിക്കും ബെനഡിക്റ്റൻ സന്യാസിനിയുമായിരുന്നു വിശുദ്ധ ജെർത്രൂദ്. യേശുവിന്റെ പാർശ്വത്തിലെ മുറിവിൽ ചേർന്നിരിക്കുവാനും അവിടുത്തെ ഹൃദയമിടിപ്പിന്റെ സ്പന്ദനം കേൾക്കുവാനും അനുഗ്രഹം സിദ്ധിച്ച ജെർത്രൂദ് മനുഷ്യാത്മാക്കളോടുള്ള അവാജ്യമായ യേശുവിന്റെ സ്നേഹത്തിന്റെ തീവ്രത അനുഭവിച്ചറിയുകയും ചെയ്തു. ആ ഹൃദയത്തിലെ തിരുമുറിവിൽ നിന്ന് അവളുടെ ഹൃദയത്തിലേക്ക് മൂർച്ചയേറിയ അമ്പുപോലെ ഒരു പ്രകാശരശ്മി പുറപ്പെട്ട് അവളുടെ ഹൃദയത്തെ തുളയ്ക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. മനുഷ്യ പാപങ്ങളെ പ്രതി വീണ്ടും വീണ്ടും മുറിവേറ്റുകൊണ്ടിരുന്ന യേശുവിന്റെ ഹൃദയവേദന തിരിച്ചറിഞ്ഞ അവൾ തിരുഹൃദയത്തെ സമാശ്വസിപ്പിക്കുന്ന ഒരു ബലിയാത്മാവായി സ്വയം സമർപ്പിച്ചു. ദൈവകരുണയുടെ അപ്പസ്തോലയായി വണങ്ങപ്പെടുന്ന വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് മുന്നിൽ തന്റെ ഹൃദയം ചൂണ്ടിക്കാട്ടി യേശു പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവുമായി പ്രകാശരശ്മികൾ പുറപ്പെട്ടു. യേശു പറഞ്ഞു, മകളെ, കരുണാർദ്രമായ എന്റെ ഹൃദയം കാണുക.
കരുണയുടെ ജ്വാലകൾ എന്നെ ചുട്ടുപൊള്ളിക്കുന്നു. ആത്മാക്കളിലേക്ക് അത് ചൊരിയുവാൻ ഞാൻ അഭിലഷിക്കുന്നു. തിരുഹൃദയത്തിൽ എരിയുന്ന പരിശുദ്ധ സ്നേഹത്തിന്റെ ജ്വാലയുടെ തീക്ഷ്ണത തിരിച്ചറിഞ്ഞ ഫൗസ്റ്റീന തന്റെ ഹൃദയം യേശുവിൽ ലയിച്ചു ചേർത്ത് ആത്മാക്കളെ ആ നിത്യ ആനന്ദത്തിലേക്ക് നയിക്കുവാൻ തീവ്രമായി അഭിലഷിച്ചു. കരുണയുടെ കവാടത്തിലൂടെ തന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ വിസമ്മതിക്കുന്നവർ നീതിയുടെ വാതിലിൽ കൂടി കടന്നു പോകേണ്ടി വരുമെന്നും യേശു വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി. അവിടുത്തെ നീതിയുടെ ഭയാനക ദിനം ആഗമിക്കും മുമ്പേ അവിടുത്തെ ഹൃദയത്തിൽ നിന്നും പ്രവഹിക്കുന്ന കരുണയുടെ കിരണങ്ങൾ സ്വന്തമാക്കി അവിടുത്തെ തിരുഹൃദയത്തിൽ അഭയം തേടണമെന്ന ഗൗരവമേറിയ സന്ദേശം ലോകം മുഴുവനെയും അറിയിക്കുവാനായി വിശുദ്ധ ഫൗസ്റ്റീനയും തുടർന്നുള്ള തന്റെ ജീവിതം ക്രിസ്തുവിന് ഒരു ബലിയായി സമർപ്പിക്കുകയും ചെയ്തു. യേശുവിന്റെ ഹൃദയത്തെ അടുത്തറിഞ്ഞവളും ആ ഹൃദയവുമായി സ്വന്തം ഹൃദയം കൈമാറി യേശുവിന്റെ ഹൃദയത്തിന് വലിയ ആശ്വാസം പകർന്ന മറ്റൊരു ബലിയാത്മാവായിരുന്നു വിശുദ്ധ വെറോനിക്ക ജൂലിയാനി. കുഞ്ഞിലെ തന്നെ മിസ്റ്റിക് അനുഭവങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട അവൾക്ക് ഉണ്ണീശോയുടെയും ദൈവമാതാവിന്റെയും സന്ദർശനങ്ങൾ ലഭിക്കുമായിരുന്നു. യേശുവിന്റെ തിരുമുറിവുകളുടെയും പീഡാസഹനങ്ങളുടെയും ദർശനങ്ങൾ ലഭിച്ചതോടെ കുഞ്ഞു വെറോനിക്ക തന്റെ എല്ലാ വേദനകളും കൊച്ചു സങ്കടങ്ങളും ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് സമർപ്പിച്ചു. മകളെ തികഞ്ഞ ദൈവഭക്തിയിൽ വളർത്തിയ അവളുടെ അമ്മ മരിക്കുന്നതിന് മുമ്പായി അവളെ യേശുവിന്റെ ഹൃദയത്തിലെ മുറിവിലേക്ക് സമർപ്പിച്ചതിനാൽ വെറോനിക്ക തിരുഹൃദയത്തോട് ഏറെ ഭക്തിയുള്ളവളായിരുന്നു. ക്രിസ്തുവിന്റെ മണവാട്ടിയായി സ്വയം സമർപ്പിക്കുകയും അവിടുത്തെ ഹൃദയത്തിന്റെ വേദന പങ്കിടുന്നതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്ത അവൾ അവിടുത്തെ തിരുഹൃദയത്തിന് മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ജീവിതം ബലിയായി സമർപ്പിച്ചു. അർദ്ധരാത്രിയിൽ മഞ്ഞിലൂടെ മുട്ടിന്മേൽ എഴഞ്ഞ് കുരിശിന്റെ വഴി ചൊല്ലിയും കഠിനമായ ഉപവാസത്താലും തിരുഹൃദയത്തെ സമാശ്വസിപ്പിച്ച അവളുടെ ഹൃദയത്തിൽ കുന്തത്താൽ ഹൃദയം കുത്തി തുറക്കപ്പെട്ടപ്പോൾ ഉണ്ടായ യേശുവിന്റെ വേദനയുടെ അനുഭവം 500 പ്രാവശ്യം അനുഭവിക്കുവാൻ ഇടയായി. 5 പ്രാവശ്യം അവിടുത്തെ ഹൃദയത്തിലെ മുറിവിൽ നിന്ന് പുറപ്പെട്ട ജീവന്റെ ഉറവയിൽ നിന്ന് അവൾ പാനം ചെയ്തു. 15 പ്രാവശ്യം അവളുടെ ഹൃദയം യേശുവിന്റെ ഹൃദയ രക്തത്താൽ കഴുകപ്പെട്ടു. അവളുടെ അഭൗമികമായ അനുഗ്രഹങ്ങളെയും മിസ്റ്റിക് അനുഭവങ്ങളെയും മറികടക്കുന്ന കൃപ ലഭിച്ച വേറൊരാൾ ദൈവമാതാവ് മാത്രമാണെന്നാണ് ലേയോ 13 പാപ്പ പറയുന്നത്. ഒടുവിൽ ആണികളാൽ തറയ്ക്കപ്പെട്ടും കുന്തത്താൽ കുത്തപ്പെട്ടും യേശുവിന്റെ തിരുമുറിവുകൾ അവളുടെ കൈകളിലും കാലുകളിലും ഹൃദയത്തിലും പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മിസ്റ്റിക് അനുഭവങ്ങളെ പ്രതി അവളെ മുറിയിൽ പൂട്ടിയിട്ടെങ്കിലും പിന്നീട് അവ ദൈവികമാണെന്ന് തെളിയിക്കപ്പെട്ടു. തിരുഹൃദയത്തെ പ്രതിയുള്ള വെളിപാടുകൾ പരിശുദ്ധ അമ്മ പറഞ്ഞുകൊടുത്ത പ്രകാരം തന്റെ ഡയറിയിൽ അവൾ എഴുതുകയും ആ ഹൃദയത്തിലേക്ക് ലോകം മുഴുവൻ ആകർഷിക്കപ്പെടാനായി തിരുഹൃദയ പ്രേക്ഷിതയായി സ്വയം സമർപ്പിക്കുകയും ചെയ്തു. നരകത്തെപ്പറ്റിയും അതിൽ പതിക്കുന്ന ആത്മാക്കളെപ്പറ്റിയും അവരെ പ്രതി കർത്താവിന്റെ ഹൃദയം അനുഭവിക്കുന്ന കൊടും വേദനയെപ്പറ്റിയുമുള്ള ദർശനങ്ങൾ വെറോനിക്കയെ ഹൃദയഭേദകമായ ദുഃഖത്തിൽ ആഴ്ത്തുകയും അവൾ ജീവിതം മുഴുവൻ പ്രാർത്ഥനയാക്കി മാറ്റുകയും ചെയ്തു. ഹൃദയങ്ങളുടെ അക്ഷരാർത്ഥത്തിലുള്ള കൈമാറ്റം വെറോനിക്കയും അവളുടെ നാഥനായ യേശുവും തമ്മിൽ ഇടയ്ക്ക് സംഭവിച്ചിരുന്നു. ഇപ്രകാരം യേശുവിന്റെ ഹൃദയം അവളുടെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ അവളുടെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം കേട്ട് ഭയന്ന സഹോദരിമാർ അവളുടെ ശരീര താപനില തണുപ്പിക്കുവാനായി വെള്ളത്തിൽ മുക്കിയതായും ആ വെള്ളം തിളച്ചതായും ചരിത്രം പറയുന്നു.
മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി കത്തിജ്വലിക്കുന്ന യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ആ പ്രേക്ഷിത മരണത്തോളം ആ ഹൃദയത്തിന് ആശ്വാസം പകരുന്ന ജലധാരയായി തൻ്റെ ജീവിതം രൂപാന്തരപ്പെടുത്തി. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് അവൾ പറഞ്ഞു, സ്നേഹം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് എൻ്റെ സഹനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കാരണം. എല്ലാവരോടും ഇത് പറയുക. മരണശേഷം ഏറെ മിസ്റ്റിക് അനുഭവങ്ങളിലൂടെ കടന്നുപോയ അവളുടെ ഹൃദയം പരിശോധിച്ചപ്പോൾ വളരെ അത്ഭുതകരമായ ഒരു പ്രതിഭാസം കണ്ടെത്തുകയുണ്ടായി. ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതും തൻ്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചതുമായ ആയുധങ്ങളുടെ ചിത്രം അവൾ വരച്ച രേഖകളിൽ ഉള്ളതുപോലെ തന്നെ അവളുടെ ഹൃദയം പരിശോധിച്ചപ്പോൾ അതിൽ പതിഞ്ഞിട്ടുള്ളതായി വിദഗ്ധ സംഘം വിശദീകരണമില്ലാത്ത പ്രതിഭാസമായി വിവരിച്ചു. ഇത്രയേറെ മിസ്റ്റിക് അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയുടെ തിരുഹൃദയ അനുഭവങ്ങൾക്ക് എന്തേ പ്രചാരം ലഭിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരം സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ വിശുദ്ധ ജർത്രൂദിന് നൽകിയ വെളിപാടിൽ വ്യക്തമാണ്. യേശുവിൻ്റെ തിരുഹൃദയ വെളിപാടുകൾ അവസാന കാലങ്ങളിൽ ദൈവസ്നേഹ തീക്ഷ്ണതയിൽ മരവിച്ച മന്നോഷ്ണരായ തലമുറയിൽ പുതിയ ഉണർവുണ്ടാക്കുമെന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ വാക്കുകൾ പോലെ ഈ അന്ത്യകാല തലമുറയിൽ തിരുഹൃദയ ഭക്തിയുടെ ജ്വാലകൾ ജ്വലിപ്പിക്കുന്ന ശുശ്രൂഷകൾ ഊർജിതമായി കൊണ്ടിരിക്കുകയാണ്. തിരുഹൃദയത്തിന്റെ അപ്പസ്തോല എന്നറിയപ്പെടുന്ന വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിലൂടെയാണ് തിരുഹൃദയ ഭക്തി സഭയിൽ പ്രചരിക്കാൻ ഇടയായത്. 1673 ഡിസംബർ 27 ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്ന തന്റെ പ്രിയ ദാസിക്ക് മുന്നിൽ തിരുഹൃദയത്തിന്റെ വർണ്ണനാതീതമായ സ്നേഹാധിക്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദിവ്യനാഥൻ തന്റെ ഹൃദയ രഹസ്യങ്ങൾ അവൾക്ക് തുറന്നുകാട്ടി. വിനാശത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷയുടെയും വിശുദ്ധീകരണത്തിന്റെയും സ്രോതസ്സായ തന്റെ തിരുഹൃദയത്തിലേക്ക് ആത്മാക്കളെ നയിക്കുവാനായി അവളെ നിയോഗിച്ചുകൊണ്ട് അവളുടെ ഹൃദയം ആവശ്യപ്പെട്ട യേശു അവളുടെ ഹൃദയമെടുത്ത് തന്റെ ആരാധ്യമായ ഹൃദയത്തിൽ വെക്കുകയും തിരുഹൃദയാഗ്നിയുടെ ജ്വാലയാൽ ജ്വലിച്ച അവളുടെ ഹൃദയം തിരികെ അതിന്റെ സ്ഥാനത്ത് വെക്കുകയും ചെയ്തു. തിരുഹൃദയ ദർശനങ്ങൾ ആവർത്തിക്കുകയും കത്തിയെരിയുന്ന അവിടുത്തെ തിരുഹൃദയം മുൾക്കിരീടത്താൽ വലയം ചെയ്യപ്പെട്ട് കുത്തി മുറിവേറ്റ രീതിയിൽ അവൾക്ക് മുന്നിൽ കാണപ്പെടുകയും ചെയ്തു. തിരുഹൃദയത്തിലേക്ക് നാട്ടപ്പെട്ട ഒരു കുരിശും അവൾ ദർശിച്ചു. തിരുഹൃദയ വണക്കത്തിന്റെ ഭാഗമായി ആദ്യ വെള്ളിയാഴ്ചകളിലെ വിശുദ്ധ കുർബാന സ്വീകരണവും എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 1 മണിക്കൂർ യേശു ഗെത്സമൻ തോട്ടത്തിൽ അനുഭവിച്ച കഠിനമായ പീഡകളെ ധ്യാനിച്ച് വിശുദ്ധ മണിക്കൂർ ആചരണവും യേശു ആവശ്യപ്പെട്ടു. തന്റെ ഹൃദയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇതാ മനുഷ്യരെ അത്രമേൽ സ്നേഹിച്ച എന്റെ ഹൃദയം. എന്നാൽ അതിന് പകരമായി അവരിലേറെയും എനിക്ക് തന്നത് അവഗണനയും നന്ദികേടുമാണ്. മനുഷ്യ പാപങ്ങൾക്ക് പരിഹാരമായി ദിവ്യകാരുണ്യ തിരുനാളിന് ശേഷമുള്ള വെള്ളിയാഴ്ച എന്റെ തിരുഹൃദയ തിരുനാളായി ആചരിക്കുക. തിരുഹൃദയ ഭക്തിയിൽ വിശ്വസ്തത പാലിക്കുന്നവർക്ക് അവരുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ വരപ്രസാദങ്ങളും താൻ നൽകുമെന്നും അവരുടെ ഭവനങ്ങളിൽ താൻ സമാധാനം സ്ഥാപിക്കുമെന്നും അവരുടെ ദുഃഖങ്ങളിൽ താൻ അവരെ ആശ്വസിപ്പിക്കുമെന്നും യേശു വാഗ്ദാനം ചെയ്തു. യേശു വീണ്ടും പറഞ്ഞു, മരണസമയത്ത് ഞാൻ അവർക്ക് അഭയമായിരിക്കും. അവരുടെ എല്ലാ ഉദ്യമങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. പാപികൾ എന്റെ ഹൃദയത്തിൽ അനന്തമായ കൃപാസമുദ്രം കണ്ടെത്തും. എന്റെ തിരുഹൃദയ ചിത്രം സ്ഥാപിക്കുകയും വണങ്ങുകയും ചെയ്യുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ ഒരിക്കലും മായാത്ത വിധം
എൻ്റെ ഹൃദയത്തിൽ ഞാൻ മുദ്രണം ചെയ്യും. ആദ്യ വെള്ളിയാഴ്ച ആചരണങ്ങൾ പാലിക്കുന്നവരുടെ മരണനേരത്തിൽ എൻ്റെ ദിവ്യഹൃദയം അവർക്ക് സുരക്ഷിതമായ അഭയമായിരിക്കും. തിരുഹൃദയ ഭക്തിക്കുള്ള പൊതുമാർഗനിർദ്ദേശങ്ങൾക്ക് പുറമെ ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയിസ് 14 ശത്രുക്കളുടെ മേൽ ജയം നേടുന്നതിനായി രാജ്യത്തെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്ന ദൈവിക സന്ദേശവും വിശുദ്ധ മാർഗരറ്റിന് നൽകപ്പെടുകയുണ്ടായി. എന്നാൽ രാജാവ് അവ അവഗണിക്കുകയും വർഷങ്ങൾക്ക് ശേഷം ഫ്രഞ്ച് വിപ്ലവ നാളുകളിൽ ഫ്രാൻസിന് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു. തിരുഹൃദയ സന്ദേശങ്ങൾ അവഗണിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഫ്രാൻസിന്റെ ഈ പരാജയം. അന്ത്യത്താഴ വേളയിൽ തന്റെ ഹൃദയത്തിലെ സ്നേഹം കാലാന്ത്യത്തോളം മനുഷ്യർക്ക് അനുഭവവേദ്യമാകാനായി തന്റെ ശരീരരക്തങ്ങൾ പകുത്തു നൽകിയ യേശുവിന്റെ ഹൃദയം തന്നെയാണ് ഓരോ തിരുവോസ്തിയിലും ജീവനോടെ തുടിക്കുന്നത്. അതിനാൽ തന്നെ തിരുഹൃദയ ഭക്തിയുടെ അവിഭാജ്യ ഘടകമാണ് ദിവ്യകാരുണ്യ ഭക്തിയെന്ന് നിസ്സംശയം പറയാം. ഇത് ദൈവശാസ്ത്രപരമായ പ്രബോധനമോ സഭാപഠനമോ മാത്രമല്ല, ശാസ്ത്രം കണ്ടെത്തിയ വിശദീകരിക്കാനാവാത്ത ഗവേഷണ നിഗമനവും ചരിത്ര യാഥാർത്ഥ്യവും കൂടിയാണ്. യുഗാന്ത്യം വരെ എന്നും മനുഷ്യരോടൊപ്പമായിരിക്കുവാനും അനുദിനം തന്റെ സ്നേഹം അവരുമായി പങ്കുവെക്കുവാനും യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാന എന്ന കുദാശയിൽ ഓരോ തിരുവോസ്തിയും അവിടുത്തെ തിരുഹൃദയം തന്നെയായി രൂപാന്തരപ്പെടുന്നുവെന്ന് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോ പറയുന്നു. മനുഷ്യരെ ദൈവതുല്യരാക്കുവാനായി ദൈവം തന്റെ ഹൃദയം മുറിച്ചു വിളമ്പുന്ന അതിശ്രേഷ്ഠമായ വിശുദ്ധ കുർബാന. മാറ്റങ്ങളുടെ ലോകത്തിൽ മാറ്റമില്ലാത്ത സ്നേഹത്തിന്റെ സ്ഥിരമായ ഓർമ്മപ്പെടുത്തലുമായി സഹസ്രാബ്ദങ്ങളായി മനുഷ്യബുദ്ധിക്ക് അതീതമായ പ്രപഞ്ച സത്യമായി നിലകൊള്ളുന്നു. ചരിത്രം കണ്ട പല സ്വേച്ഛാധിപതികളും നാടുവാഴികളും ചക്രവർത്തിമാരും തങ്ങളുടെ രാജ്യത്തിന്റെ അതിരുകൾ വിസ്തൃതമാക്കുവാനായി യുദ്ധങ്ങളും കലാപങ്ങളും വിപ്ലവങ്ങളും തുറന്നുവിട്ടു. പ്രൗഢഗംഭീരമായ ഭരണവാഴ്ചകൾ കാഴ്ചവെച്ചും രാജ്യങ്ങൾ കീഴടക്കുകയും ചരിത്രരേഖകളിൽ ഇടം നേടുകയും ലോകരാജ്യങ്ങളെ വിറപ്പിക്കുകയും ചെയ്ത് വിശ്വവിഖ്യാതി നേടിയ അവരുടെയെല്ലാം വീരഗാഥകൾ മരണത്തോടെ അവസാനിച്ചു. അവർ നേടിയതെല്ലാം അവരുടെ മരണത്തോടെ അവരുടെ സ്വന്തമല്ലാതായി. എന്നാൽ 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച സ്വർഗഭൂലോകങ്ങളുടെ അധിപതിയായവൻ തന്റെ തിരുഹൃദയത്തിൽ എരിഞ്ഞ സ്നേഹത്താൽ ലോകം മുഴുവനെയും കീഴടക്കി. ഐഹിക രാജാക്കന്മാരുടെ മരണത്തോടെ അവർ നേടിയതെല്ലാം നഷ്ടമായെങ്കിൽ രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായവന്റെ മരണത്തിലൂടെ അവന്റെ ഹൃദയം ലോകത്തിന്റെയും തിന്മയുടെയും മരണത്തിന്റെയും ആധിപത്യങ്ങൾക്കുമേൽ വിജയം നേടി. രണ്ടായിരം വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ ദിവ്യകാരുണ്യനാഥന്റെ തിരുഹൃദയം അതീവ ഭക്തിയോടെയും ബഹുമാനത്തോടെയും വണങ്ങപ്പെടുന്നു. ലോകത്തിലെ അധികാരികളും സൈനികരും പ്രഭുത്വങ്ങളും ധനികരും ദരിദ്രരും അടിമകളും സ്വതന്ത്രരും വേർതിരിവില്ലാതെ ദിവ്യകാരുണ്യനാഥനെ ആഘോഷപൂർവ്വം അകമ്പടി ചെയ്യുന്ന നേർചിത്രങ്ങൾ തിരുഹൃദയത്തിന്റെ സർവാധിപത്യത്തിന്റെ പ്രഘോഷണങ്ങളാണ്. ദിവ്യകാരുണ്യത്തിലെ തിരുഹൃദയത്തിനുള്ള തെളിവുകളാണ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ. AD 750 ഇറ്റലിയിലെ ലാൻസനോയിൽ തിരുവോസ്തി യേശുവിന്റെ ശരീരവും രക്തവുമായി പരിണമിച്ച് ഇന്നും അങ്ങനെ തന്നെ ശേഷിക്കുന്ന അത്ഭുത പ്രതിഭാസത്തെപ്പറ്റി പ്രശസ്ത ഗവേഷകനായ
ഡോക്ടർ എഡ്വേർഡ് ലിനോളിയും തുടർന്ന് ലോകാരോഗ്യ സംഘടന നിയമിച്ച സയന്റിഫിക് കമ്മീഷനും നൂറുകണക്കിന് ഗവേഷണങ്ങൾ നടത്തുകയുണ്ടായി. 20-ാം നൂറ്റാണ്ടിൽ അർജന്റീനയിലെ ബ്യൂണസ് ഐറസിലും ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിക്കുകയും അന്ന് കർദിനാളായിരുന്ന ഫ്രാൻസിസ് പാപ്പയുടെ നിർദ്ദേശപ്രകാരം മാംസരക്തങ്ങളായി പരിണമിച്ച തിരുവോസ്തിയുടെ ഒരു ഭാഗം അതിന്റെ ഉറവിടം വെളിപ്പെടുത്താതെ UN അവാർഡ് നേടിയിട്ടുള്ള പ്രശസ്തനും ഒപ്പം നിരീശ്വരവാദിയുമായിരുന്ന ഡോക്ടർ റിക്കാർഡോ കസ്റ്റാനിയോന് വിശുദ്ധ പഠനങ്ങൾ നടത്തുവാനായി വിട്ടുകൊടുത്തു. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പഠനങ്ങളിലും പരസ്പരം അറിയാത്തവരും നിരീശ്വരവാദികളും യുക്തിവാദികളുമായ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ നിരീക്ഷണങ്ങളുടെ എല്ലാ നിഗമനങ്ങൾ ഒന്നു തന്നെയായിരുന്നു. അവ ഇപ്രകാരമായിരുന്നു: മാംസവും രക്തവും AB രക്തഗ്രൂപ്പുള്ള മനുഷ്യൻ്റെതാണ്. തീവ്രമായി മർദ്ദിക്കപ്പെടുകയും ഹൃദയഭാഗത്തിൽ കുത്തി മുറിവേൽപ്പിക്കപ്പെടുകയും കഠിനമായ വേദന അനുഭവിക്കുകയും മരണകാരണമാകുന്ന മുറിവുകളും ക്ഷതങ്ങളുമേറ്റ് മരണവേദനയിൽ പുളയുന്ന ഒരു മനുഷ്യന്റെ ജീവനുള്ള ഹൃദയ മാംസപേശികളാണ് അവയിൽ അടങ്ങിയിരിക്കുന്നത്. കുരിശുമരണത്തിന് വിധേയമാകുന്നവരെ പോലെ ആ ഹൃദയപേശികൾ തീവ്രമായ ക്ലേശങ്ങൾക്കും ശ്വസന തടസ്സത്തിനും വിധേയമായിട്ടുണ്ട്. ജീവനുള്ള കോശങ്ങൾ പ്രതികരിക്കുന്നത് പോലെ അവ പ്രതികരിക്കുന്നു. മരണനേരത്ത് യേശുവിനെ പുതുപ്പിച്ചിരുന്ന ടൂറിൻ തിരുക്കച്ചയിലെ രക്തഘടനയും 8-ാം നൂറ്റാണ്ടിലെയും 20-ാം നൂറ്റാണ്ടിലെയും ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലെ രക്തഘടനയും ഒരേ മനുഷ്യൻ്റേതാണെന്ന കണ്ടെത്തൽ തിരുവോസ്തിയിൽ തുടിക്കുന്നത് യേശുവിൻ്റെ തിരുഹൃദയത്തിലെ ജീവനുള്ള പേശികളാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഇന്നും വണക്കത്തിലുള്ള യേശുവിൻ്റെ ജീവനുള്ള ഈ ഹൃദയപേശികൾ തിരുഹൃദയ സ്നേഹത്തെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയാണ്. ലോകം മുഴുവനെ പ്രതിയുള്ള സ്നേഹത്താൽ തുടിക്കുന്ന അവിടുത്തെ ജീവനുള്ള തിരുഹൃദയം തന്നെയാണ് വിശുദ്ധ കുർബാനയെന്ന് സ്ഥിരീകരിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വേളയിൽ യേശുവിന്റെ വക്ഷസ്സിൽ ചാരിയിരുന്ന് ആ ഹൃദയത്തുടുപ്പുകളുടെ ഊഷ്മളതയും മാധുര്യവും തീവ്രതയും അതിന്റെ പാരമ്യത്തിൽ അനുഭവിച്ച വിശുദ്ധ യോഹന്നാൻ തന്നെയാണ് തിരുഹൃദയത്തിന്റെ ആദ്യ ഭക്തനും പ്രഥമ പ്രേക്ഷിതനും. അവിടുത്തെ ഹൃദയസ്പന്ദനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിച്ച യോഹന്നാൻ ദൈവമാതാവായ മറിയത്തെ പിറ്റേ ദിവസം തന്നെ സ്വന്തം അമ്മയായി സ്വീകരിക്കുന്നതും വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്നു. അതെ, മനുഷ്യനായ യേശുവിന്റെ ആദ്യ ഹൃദയമിടിപ്പിന്റെ നിമിഷം മുതൽ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേർന്ന മറിയത്തിന്റെ വിമല ഹൃദയം അവിടുത്തെ തിരുഹൃദയത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ പാർശ്വത്തെ പിളർന്ന ആ കുന്തം തുളച്ചു കയറിയത് കുരിശിൻ ചുവട്ടിൽ മകന്റെ ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന ദൈവമാതാവിന്റെ ഹൃദയത്തെ കൂടിയായിരുന്നു. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്ന ശിമയോന്റെ പ്രവചനമായിരുന്നു കുരിശിലെ യാഗവേദിയിൽ പൂർത്തിയായത്. തന്റെ ഉദരത്തിൽ മാംസം ധരിച്ച നിമിഷം മുതൽ കാൽവരി ബലിയോളം ദൈവപുത്രന്റെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റവും വ്യക്തതയോടെ ഗ്രഹിച്ചവളും അറിഞ്ഞവളുമായിരുന്നു ദൈവമാതാവ്. ദൈവപുത്രന്റെ തിരുഹൃദയത്തിന് ഭൂമിയിൽ സാന്ത്വനം പകർന്നവളും കാലിക്കൂട് മുതൽ കാൽവരിയോളം തന്റെ ദിവ്യസുതന്റെ ഹൃദയവികാരങ്ങളും വിചാരങ്ങളും അനുഭവിച്ചവളും കുരിശിലെ പുത്രന്റെ ബലിയോട് ചേർത്ത് സ്വയം ബലിയായവളുമായിരുന്നു അവൾ. തിരുഹൃദയത്തെ സ്വശരീരത്തിൽ ഗർഭാവസ്ഥയിൽ ഉടനീളം സംവഹിച്ച അവളുടെ വിമല ഹൃദയം അഭേദ്യമാംവിധം അവളുടെ പുത്രന്റെ തിരുഹൃദയത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാം. തിരുഹൃദയത്തിൽ എത്തിച്ചേരുവാനുള്ള എളുപ്പവഴിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയം തിരുഹൃദയത്തെ സ്നേഹിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്യേണ്ടതെങ്ങനെയെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നുവെന്ന് എമിരിറ്റസ് ബെനഡിക്ട് 16 പാപ്പ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുന്നതിൽ പരിശുദ്ധ മറിയമായിരുന്നു തന്റെ തുണയും മാതൃകയുമെന്ന് വിശുദ്ധ വെറോനിക്ക ജൂലിയാനി തന്റെ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്.
തിരുഹൃദയത്തിൽ നിന്നും തന്നെ അകറ്റാനായി പരിശുദ്ധ അമ്മയുമായുള്ള തന്റെ ബന്ധം മുറിക്കുവാൻ പിശാച് നേരിട്ട് പരീക്ഷണങ്ങളും പീഡനങ്ങളും തുറന്നുവിട്ടിരുന്നതായി അവൾ പറയുന്നു. അവൾ എഴുതി, പിശാചിന്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അമ്മയെ വിളിക്കുകയും അമ്മയുടെ അടുക്കലേക്ക് ഓടുകയും അമ്മയുടെ മേലങ്കിക്കുള്ളിൽ അഭയം തേടുകയും ചെയ്യുമായിരുന്നു. അമ്മയിൽ നിന്നാണ് ഞാനെല്ലാം പഠിച്ചത്. യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ഹൃദയങ്ങളോട് തൻ്റെ ഹൃദയത്തെ ബന്ധിപ്പിക്കുന്ന മിസ്റ്റിക് അനുഭവങ്ങളും അവൾക്ക് ലഭിച്ചു. വർണ്ണനാതീതമായ സ്നേഹപാരമ്യത്തിൻ്റെ ആ നിമിഷങ്ങളിൽ ദൈവഹിതം നിറവേറ്റാനുള്ള തിരുഹൃദയത്തിൻ്റെയും വിമല ഹൃദയത്തിൻ്റെയും സമാന ഭാവങ്ങളും ആ ഹൃദയങ്ങളെ പരസ്പരം ബന്ധിക്കുന്ന സ്നേഹത്തിൻ്റെ തീവ്രതയും അവൾ അഗാധമായി ഗ്രഹിച്ചു. യേശുവിൻ്റെ തിരുഹൃദയവും മറിയത്തിൻ്റെ വിമല ഹൃദയവും വേർതിരിച്ച് കാണാനാവാത്ത വിധം ഐക്യപ്പെട്ടിരിക്കുന്നവയാണെന്ന സഭാ പഠനത്തിന് അവൾ നേരിട്ട് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. യേശുവിന്റെ ഹൃദയത്തിന്റെ ശ്രേഷ്ഠ രഹസ്യങ്ങൾ 2000 വർഷങ്ങൾക്കപ്പുറം വെളിപ്പെടുത്തപ്പെട്ട വിശുദ്ധ യോഹന്നാൻ ദൈവസ്നേഹത്തിന്റെ പ്രേഷിതനായി രൂപാന്തരപ്പെട്ടു. ആ ഹൃദയ രഹസ്യങ്ങൾ ഗ്രഹിച്ച മിസ്റ്റിക്കുകൾക്ക് അവിടുത്തെ ഹൃദയത്തിൽ സ്വയം ലയിച്ചു ചേരണമെന്നും ലോകം മുഴുവനെയും ആ സ്നേഹക്കടലിൽ ആഴ്ത്തണമെന്നുമല്ലാതെ മറ്റൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. കുത്തി തുറക്കപ്പെട്ട ആ തിരുഹൃദയത്തെ വീണ്ടും മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ അവഗണനയ്ക്കും നിന്ദനങ്ങൾക്കും പരിഹാരം ചെയ്യുന്ന തിരുഹൃദയ പ്രേഷിതരായി നമുക്കും രൂപാന്തരപ്പെടാം. ഇത്രയധികം ദ്രോഹിച്ചിട്ടും ഓരോ വിശുദ്ധ കുർബാനയിലും തിരികെ സ്നേഹം മാത്രം ആവശ്യപ്പെട്ട് മനുഷ്യഹൃദയങ്ങളിൽ എഴുന്നള്ളുന്ന ആ ഹൃദയത്തിന് പകരമായി നമ്മുടെ ഹൃദയങ്ങൾ നൽകാം. നീതിയുടെ വാതിലുകൾ തുറക്കപ്പെടും മുൻപ് പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിലൂടെ അവിടുത്തെ തിരുഹൃദയ തണലിൽ അഭയം തേടാം. എല്ലാ രാജ്യങ്ങളിലും കുടുംബങ്ങളിലും ഹൃദയങ്ങളിലും ക്രിസ്തുവിന്റെ തിരുഹൃദയം വിജയിക്കട്ടെ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. ഈ കുടുംബത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ.